അനീഷേ, ഇന്നെന്താ പരിപാടി? ഇന്ന് നമ്മളെന്താ പ്ലാൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വ്ളോഗിൻ്റെതാണ് ഞാൻ ചോദിക്കണേ. ഇന്നെന്താ പരിപാടി? ഇന്ന് നൈറ്റ് നമ്മൾ പല പല ചായ സ്പോട്ടുകൾ, പിന്നെ നൈറ്റ് റിയാദിലെ ലൈക്ക് വിന്ററിൽ കുറെ സ്പോട്ടുകൾ വരും, ചായ ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മളെ സബ്സ്ക്രൈബറിന് മൊത്തത്തിൽ അങ്ങോട്ട് കാണിച്ചു കൊടുത്താലോ ഫുൾ സ്പോട്ട്. ഓക്കെ, എൻ്റെ ഫ്രണ്ടിൽ എന്താ ഇപ്പോ നമ്മള് റിയാദ് സ്പോട്ടിലാണ്. റിയാദിലെ എന്നാ വിട്ടല്ലോ അനീഷ. ഓക്കെ, സൗദിയിൽ തണുപ്പ് കാലം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ചില കാഴ്ചകളാണിത്. ഇത് ചെറിയൊരു ചായക്കടയാണ്. ഓക്കെ, പിന്നെ നമ്മളെ വീഡിയോയിൽ കുറച്ച് പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താ പറയുക, കമൻറ്റ് ചെയ്യണം കേട്ടോ. ഹിന്ദി സ്വദീഖ് കഫാല് അൽഹംദുലില്ലാ. ഇവര് വരെ ട്രഡീഷണലായിട്ട് ചായ ഇതൊക്കെ ഉണ്ടായിക്കണ്. കണ്ടോ, തണുപ്പ് തുടങ്ങിയുള്ള ഇവിടുത്തെ അവസ്ഥകളാണ്, കാഴ്ചകളാണിത്. അനീഷ, എങ്ങനെയുണ്ട് കടകളൊക്കെ? ഒരു രക്ഷയില്ലല്ലേ, നാട്ടിലൊരു വൈബില്ലേ? അങ്ങനെ ചെങ്ങായി നമ്മൾ വീഡിയോ ചെയ്യണ കണ്ടപ്പോൾ മൂപ്പരിക്ക് എന്താണ് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ ചാനൽ. അതുകൊണ്ട് മൂപ്പരിക്ക് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ആക്കി കൊടുക്കാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ. എല്ലാവരും ഇതേപോലെ നമ്മളെ അക്കൗണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെന്താണ് സൂപ്പറായിട്ട് ഇതേപോലുള്ള വീഡിയോസായിട്ട് നാട്ടിലും എത്തും ഇൻഷാ അല്ലാ. നമ്മളെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നമ്മളെ കൊണ്ട് ചായ കുടിപ്പിക്കാനുള്ള ഇതിലാണ്, പ്ലാനിങ്ങിലാണ്. ഓക്കെ, സുധി ശുക്രൻ. സൗദികളെ സ്നേഹമാണിത്, കണ്ടില്ലേ? നമ്മൾ ഈ വീഡിയോ ഓൺ ആക്കിയിട്ടുള്ളൂ, അപ്പത്തിനാണ് ഇവർ ഇങ്ങനത്തെയൊക്കെ. എന്താ പറയുക, ഇവരെ സ്നേഹത്തിന് മുന്നിൽ നമ്മൾ അനീഷ തോറ്റു പോവില്ലേ? ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് നല്ലൊരു സ്റ്റാർട്ടിംഗ് ആണ് കിട്ടിയിട്ടുള്ളത്. സ്മെല്ല് അങ്ങനെ നല്ല സ്മെല്ലുണ്ടോ സാധനം? നമുക്കുള്ള ചായ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്താ സെറ്റപ്പ്. എന്താ ചൂട് ചായ, നല്ല തണുപ്പത്ത്, ഒരു രക്ഷയില്ല. ഇവരെ സ്നേഹം ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത സ്നേഹം. അനീഷേ, എന്താ പാട് ഇവരെ സ്നേഹം ഒന്നും പറയില്ല. നമ്മുടെ ഇന്ത്യൻ കൾച്ചർ അതേപോലെ തന്നെ അവർ പകർത്തിയിട്ടുണ്ട്. അതിഥി ദേവോ ഭവ. നമ്മൾ വീഡിയോ എടുത്ത് വന്നപ്പോൾ അവർ ചോദിച്ച ബ്ലോഗേഴ്സ് ആണോ മഞ്ഞത്തുനിന്ന് ഇറങ്ങിയത്, ആദ്യം ഒരു ചായ കുടിച്ചപ്പോൾ നമ്മൾ പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. നമ്മൾ അത്രയും സബ്സ്ക്രൈബറിനെ കണ്ടിട്ടാണ് ഇവർ ഇങ്ങനെ ചെയ്യണത്. അല്ല, നമ്മളോട് പറഞ്ഞെന്താ വെച്ചാൽ ഇവിടുന്ന് ഈ തണുപ്പത്ത് ഇവിടുന്ന് ഒരു ചായ കുടിച്ച് നിങ്ങൾക്ക് തുടങ്ങാം, ബാക്കിയൊക്കെ ഉഷാറാവട്ടെ എന്നാണ്. ഇൻഷാ അല്ലാ. ഇവരെ ഇതുപോലെ തന്നെ നമ്മളെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താ പറയുക, നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം, എന്നാലേ നമ്മൾ ഇതേപോലത്തെ വീഡിയോ ഇഞ്ഞു വിടുള്ളൂ. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് യാത്ര വീണ്ടും അടുത്ത സ്പോട്ടിലേക്ക് വീണ്ടും. ഇടിക്കടാ, പോടാ കുരുത്തം കേട്ടവരെ. ഇനി വേറെ ഏതെങ്കിലും നല്ല സ്ഥലങ്ങൾ കാണുമ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ടൈം ഒരു 3:30-4 മണി ആയിക്കണ്. എത്രയായി? 3:52 അല്ലേ? 4 മണി കറക്റ്റ്. പിന്നെ വീഡിയോയിൽ നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം, എന്നാലേ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിനെക്കാട്ടി നല്ല വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ അനീഷ? ഞങ്ങൾ സൈക്കിൾ ചവിട്ടി ഒരു ഹോട്ടലിൻ്റെ മുന്നിലെത്തി, സംസം റെസ്റ്റോറൻറ്റ്. ഇതിൻ്റെ ഓപ്പോസിറ്റോടാണ് റിയാദ് മെട്രോ പോണത്. അനീഷ, എന്താ ഇനി പ്ലാന്? എന്നിട്ട് അടുത്ത സ്പോട്ടിലല്ലേ? അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനം വന്നിരിക്കുന്നു ഗൈസ്. അനീഷ, ചായ മാത്രമാണ് പ്രതീക്ഷിച്ചത്. നല്ല അണ്ട പൊറോട്ട. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഇറങ്ങി വിട്ടല്ലോ. അനീഷ, ഇത് സൗദിയിൽ വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായി? 3 കൊല്ലമായി. അനീഷ, സൗദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ആൾക്കാർക്ക് ചിന്തയിലെന്താവോ ഭയങ്കര സംഭവം എന്നാണ്. ഭയങ്കര റൂൾസാണ്, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. പിന്നെ ഒരു ഫ്രീ ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്ന ലെവലാണ് സൗദി. നമ്മളൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുള്ളത്.
ഇപ്പോൾ സൗദി എന്ന് പറഞ്ഞാൽ ദുബായിയുടെ പോലെ തന്നെ മാക്സിമം നല്ലോണം രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും നമുക്ക്. ഇപ്പോൾ നൈറ്റ് ലൈഫ് ആണെങ്കിലും എന്താണെങ്കിലും ഇപ്പോൾ അത്യാവശ്യം ഫ്രീ ആയിട്ടുണ്ട്. പണ്ടത്തെ സൗദി വെച്ച് നോക്കുമ്പോൾ ഫ്രീ ആയിട്ടുണ്ട്. ആദ്യത്തെ സൗദി പോലെ അല്ലല്ലോ ഇപ്പൊ സെയിം ദുബായിന്റെ ഒരു ഇത് ഫീൽ കിട്ടില്ലേ നമുക്ക്. പറഞ്ഞു കേട്ടത് ഭയങ്കര പ്രശ്നമാണ് സൗദി, നിയമങ്ങൾ കൂടുതലാണ്. ഇപ്പൊ നോക്കി നമ്മൾ തന്നെ ഇപ്പൊ രാത്രി 2 മണിക്ക് തുടങ്ങിയ യാത്ര ആണ്, ഇപ്പൊ എത്ര 5 മണിയായി. എന്നിട്ട് നമ്മൾ ഇതുവരെ പോലീസുകാർ ഇഷ്ടം പോലെ കണ്ടിന് നമ്മളെ. ഇത്ര നേരം കൊണ്ട് നമ്മൾ തടഞ്ഞു നിർത്തിയിട്ട് ചോദിച്ചിട്ടില്ല എങ്ങനെയാണ് എന്താണ് ഒന്നും ചോദിച്ചിട്ടില്ല. ഫുൾ സപ്പോർട്ട് ഇല്ലേ. എന്നിട്ട് സൗദിയിൽ നമുക്ക് ഹായ് ടാറ്റ ഇതൊക്കെ തന്നിട്ട് ചായ തരുന്നു. നിങ്ങൾ വരണം ഇവിടെ വിസിറ്റ് ചെയ്യണം എന്തായാലും. സൗദികളെ പെരുമാറ്റം എങ്ങനെയാണ് അതൊക്കെ നിങ്ങൾ കാണണം അല്ലെ, കണ്ടറിയേണ്ടി തന്നെയാണല്ലേ സംഭവം. എന്നാൽ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമ്മളെ അക്കൗണ്ട് ഫോളോ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ ഉണ്ടല്ലോ അടിച്ച് പൊട്ടിച്ചേക്കും, ഒന്നും നോക്കണ്ട അല്ലേ അനിയ. പിന്നെ വീഡിയോയിൽ എന്ത് പോരായ്മ ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്തോ. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ഇതിനെക്കാട്ടിയും ബെറ്റർ ആയിട്ട് നമ്മൾ ചെയ്യും.